കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് മനുഷ്യന്റെ പരാജയത്തിനുള്ള 30 കാരണങ്ങളിൽ 1 മുതൽ 6 വരെയുള്ള കാര്യങ്ങളാണ്. ഇനി നമുക്ക് പറയാനുള്ളത് ഏഴാമത്തെ കാരണം, മനുഷ്യ ജീവിതത്തിലെ പരാജയത്തിന്റെ 7ാമത്തെ കാരണം മോശമായ ബാഹ്യ സ്വാധീനങ്ങൾ. അതായത് നമ്മളെ മോശം കൂട്ടുകെട്ട്, നമ്മുടെ ചുറ്റുപാടുകളൊക്കെ മോശമാണ്. മോശം കൂട്ടുകെട്ട് അല്ലെങ്കിൽ മോശമായ ജോലി, അങ്ങനത്തെ ചുറ്റുപാടുകളൊക്കെ മോശമാണെങ്കിൽ നമ്മൾ അതിന് പരിഹാരം കാണുകയാണെങ്കിൽ നമുക്ക് വിജയിക്കാൻ സാധിക്കും. അതാണ് 7ാമത്തത്. 8ാമത്തത് നമ്മളിങ്ങനെ നീട്ടിവെക്കുക. നമുക്ക് നല്ലൊരു പ്ലാൻ ഉണ്ട്, നല്ലൊരു ചെയ്യാനുള്ള ജോലിയുണ്ട്, പക്ഷെ അതിങ്ങനെ നീട്ടിവെച്ച് അങ്ങനെ നീട്ടിക്കൊണ്ടു പോവുക എന്നുള്ളത് നമ്മുടെ പരാജയത്തിന്റെ കാരണമാണ്. അതാണ് 8ാമത്തത്. 9 എന്നുള്ളത് ഉറച്ച നിലപാട്. നമുക്കൊരു നിലപാടില്ല. ഒരു കാര്യം വന്ന് ആരെന്ത് പറഞ്ഞാലും അത് സമീന വാർത്തനെ കേൾക്കുക എന്നതിനപ്പുറം നമുക്കൊരു നിലപാടുണ്ടായിരിക്കണം. ഇല്ല എന്നുള്ളത് നമ്മുടെ ഒരു പരാജയത്തിന്റെ കാരണമാണ്. 10ാമത്തത് നിഷേധാത്മക സ്വഭാവം. ആരെന്ത് പറഞ്ഞാലും അതിനെ ക്രിട്ടിക്കൽ മൈൻഡോടെ ചിന്തിക്കുകയും അതിനെ ഓപ്പോസിറ്റ് പറയും. എന്ത് പറഞ്ഞാലും ആരെന്ത് ചെയ്താലും അതിൽ നെഗറ്റീവ് കാണുക സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. ആരെന്ത് പറഞ്ഞാലും ചെയ്താൽ അതിൽ സ്വാഭാവികമായിട്ടുള്ള പേവുകൾ ഉണ്ടാവും. ആ പേവുകളെ ഉയർത്തി കാണിക്കുക ഒരു നിഷേധാത്മക സ്വഭാവം. ആരെന്ത് ചെയ്താലും ആരെന്ത് സഹായം ചെയ്താലും പറഞ്ഞാലും അതിലൊക്കെ ഒരു നിഷേധാത്മകമായിട്ട് നെഗറ്റീവ് കാണുക എന്നുള്ളതാണ് 10ാമത്തെ മനുഷ്യന്റെ പരാജയത്തിന്റെ കാരണം. 11ാമത്തത് നമുക്ക് നിയന്ത്രണമില്ലാത്തൊരു ലൈംഗികാസക്തി. നമ്മളെ നാട്ടിലൊക്കെ പറയുന്ന പോലെ നാട്ടിൻപുറത്ത് സാധാരണ ന്യൂജനപർ കോയി ആവുക എന്നുള്ളത് അറിയില്ലേ, അതെന്താണ് നമ്മുടെ പരാജയത്തിന്റെ കാരണമാണ്. നമുക്ക് ലൈംഗികാസക്തി മനുഷ്യ സഹജമാണ്, പക്ഷെ അത് ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമുണ്ട്, അവിടെ ഉപയോഗിക്കാൻ പറ്റും. അല്ലാതെ എല്ലായിടത്തും പോയിട്ട് കോയിത്തരം കാട്ടുക, അത് നമ്മുടെ പരാജയത്തിന്റെ ഒരു കാരണമാണ്. 12ാമത്തത് ഒന്നും കൊടുക്കാതെ നേടാനുള്ള, നമ്മൾ അങ്ങോട്ട് ഒന്നും കൊടുക്കൂല, ആർക്കും ഒന്നും കൊടുക്കൂല, അല്ലെങ്കിൽ നല്ല ജോലി ചെയ്യില്ല, പക്ഷെ എനിക്ക് പണം വേണം, എനിക്ക് അത് വേണം, ഇത് വേണം എന്ന് ആഗ്രഹിക്കുക, ഇതും നമ്മുടെ പരാജയം. ഒന്നും തിരിച്ചു കൊടുക്കാതെ എല്ലാം ലഭിക്കണമെന്ന ആഗ്രഹവും നമ്മുടെ പരാജയത്തിന്റെ കാരണമാണ്. ഇതാണ് 7 മുതൽ 12 വരെയുള്ളത് നമ്മൾ പറഞ്ഞു. ഇതിൽ നമുക്ക് പരിഹരിക്കാൻ പറ്റുന്നതുണ്ട്, പരിഹരിക്കാൻ പറ്റാത്തതുണ്ട്. ആ പരിഹരിക്കാൻ പറ്റുന്നതൊക്കെ നമ്മൾ പരിഹരിക്കുകയാണെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. 8 മുതലുള്ളത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം.